സീറോ മലബാർ സഭയിലെ കുർബാന തർക്കത്തിൽ സമവായമായതായി സൂചന. സഭാ നേതൃത്വം വിമത വിഭാഗവുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണ. ഞായറാഴ്ച ഒരു ഏകീകരണ കുർബാനയെങ്കിലും അർപ്പിക്കണമെന്നതാണ് സർക്കുലർ. എന്നാൽ കുർബാന അർപ്പിക്കാൻ തയ്യാറാകാത്ത വൈദികർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുന്നറിയിപ്പ് നൽകി. നവമി ദിനേശ് വാർത്താ വിവരങ്ങൾ. നവമി, ഒടുവിൽ സമവായത്തിലേക്ക് എത്തി എന്ന് കരുതാൻ കഴിയുമോ? ഈ ഒരു ദിവസം ഞായറാഴ്ചയിൽ ഒരു ഏകീകരണ കുർബാന എന്നുള്ളത് നേരത്തെ സർക്കുലർ എത്തിയതല്ല. ഇപ്പോൾ ഈ റാഫേൽ തട്ടലിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടല്ലോ, എന്താണ് പറയുന്നത്? വെരി ഗുഡ് മോർണിംഗ്. നാളെയാണ് മാർപ്പാപ്പ നൽകിയ അവസാന തീയതി. നാളെ കൂടി ഏകീകൃത കുർബാന നടപ്പാക്കിയില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ഈ വിമത വൈദികർ പുറത്താകും. ഈ കുർബാന നടപ്പാക്കാത്തവർ സഭയിൽ നിന്നും പുറത്തായി എന്ന് തന്നെ കണക്കാക്കുമെന്ന ഒരു അന്ത്യശാസനം നൽകിയിരുന്നു. ഇത് തന്നെയായിരുന്നു പിന്നീട് സർക്കുലറിലും വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അതിനെ തുടർന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെ നടക്കുകയും പിന്നീട് ഈ സർക്കുലർ അടക്കം കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴെന്തായാലും ഈ വിഷയത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തി എന്നാണ് ഒരു സൂചന നൽകുന്നത്. ഈ വിമത വിഭാഗം ഇപ്പോഴുള്ള ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയ ഈ ഒരു നിർദ്ദേശത്തോട് അംഗീകരിച്ചിരിക്കുന്നു. അതായത് ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങളിൽ ഒരു ഏകീകൃത കുർബാനയെങ്കിലും അർപ്പിക്കണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് ചെയ്യാം എന്ന് തന്നെ, ഇതിനോട് അനുസരിക്കാം എന്നുള്ളൊരു തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വിമതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇവർ ഇതിനോട് അനുസരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സഭയെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഏകീകൃത കുർബാന, ഈ വിമത വിഭാഗം ഏകീകൃത കുർബാനയോട് യോജിക്കും. ഒരു ദിവസമെങ്കിലും, അതായത് ഒരു തവണയെങ്കിലും ഏകീകൃത കുർബാന നടപ്പാക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ ജനാഭിമുഖ കുർബാന തന്നെ നടപ്പാക്കും. അങ്ങനെ ഒരു രീതിയിലേക്ക് മാറാൻ തന്നെയാണ് വിമത വൈദികരും തീരുമാനിച്ചിരിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ സഭയിൽ നിന്ന് പുറത്താക്കും. കല്യാണം പോലുള്ള ചടങ്ങുകൾ പോലും ഇവർക്ക് നടത്താനുള്ള അധികാരം ഇല്ല എന്ന് കൂടിയായിരുന്നു മാർപ്പാപ്പ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഇതിനോട് ഒരു അനുകൂല നിലപാടാണ് ഇപ്പോൾ വിമത വിഭാഗം വൈദികർ ഉൾപ്പെടെ എടുത്തിരിക്കുന്നത്. എന്തായാലും വിമതർ ഇപ്പോൾ ഉടൻ തന്നെ ഒരു യോഗം തീരുമാനിച്ച് ഇതിലൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ഉടൻ തന്നെ മാധ്യമങ്ങളെ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം മാത്രമേ ഇതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ ഒരു സഭയുടെ ഒരു അന്ത്യശാസനത്തിൽ വഴങ്ങുന്ന തരത്തിലേക്ക് വിമത വൈദികർ നീങ്ങിക്കഴിഞ്ഞു. അവർ ഈ ഏകീകൃത കുർബാനയോട് ഒരു സമയമെങ്കിലും അർപ്പിക്കുന്നതിൽ സഹകരിക്കാം എന്നൊരു നിലപാടിലേക്ക് എടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച മുതൽ ഈ പറയുന്ന വിമത വിഭാഗം പള്ളികളിൽ ഒരു ഏകീകൃത കുർബാനയെങ്കിലും നടക്കുമെന്നുള്ള ഒരു നിലപാട് അവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുമ്പോൾ എന്താണ് പറയുന്നത്? ഔദ്യോഗികമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതുവരെ വന്നിട്ടില്ലല്ലോ. വിമത വിഭാഗം വൈദികരുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് ഇത്തരത്തിലൊരു വാർത്ത വന്നിരിക്കുന്നു. അത് തങ്ങൾ ഇതിലൊരു യോഗം ഉടൻ തന്നെ ചേരും. ആ യോഗം ചേർന്നതിന് ശേഷം മാധ്യമങ്ങളെ ഇത് ഔദ്യോഗികമായി തങ്ങളുടെ നിലപാട് അറിയിക്കാമെന്നാണ് ഇപ്പോൾ വിമത വൈദികർ മാധ്യമങ്ങളോടായി പ്രതികരിച്ചിരിക്കുന്നത്. എന്നാലും ഇന്ന് തന്നെ ഇതിൽ അവരൊരു അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് നമുക്കിപ്പോഴും അറിയാൻ സാധിക്കുന്നത്. വിമത വിഭാഗത്തിലെ തന്നെ ഒരു വിഭാഗം ഇവർ എടുത്ത തീരുമാനം, അതായത് അനൌദ്യോഗിക ചർച്ചയിൽ ഈ ഒരു തീരുമാനത്തിലുള്ളത് ഒരു സമയമെങ്കിലും ഏകീകൃത കുർബാന അർപ്പിക്കണം എന്നുള്ളൊരു നിർദ്ദേശത്തോട് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളത്തെ ദിവസം കഴിഞ്ഞ്, അല്ലെങ്കിൽ നാളെ ഒരു പ്രത്യേക ദിവസമാണ്, അതിനുശേഷം ഞായറാഴ്ചകളിലും ഒരു സമയത്തെങ്കിലും ഏകീകൃത കുർബാന അർപ്പിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ഇവർ എത്തി നിൽക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇന്ന് തന്നെ വിമത വിഭാഗം ഇതിലൊരു ഔദ്യോഗികമായിട്ടുള്ളൊരു വിവരം മാധ്യമങ്ങളെ അറിയിക്കും. ഇന്ന് അവർ അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു യോഗം ചേരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ റാഫേൽ തട്ടിൽ ഒരു വീഡിയോ സന്ദേശം അയച്ചിരുന്നു. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, മാർപ്പാപ്പ വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴും മാർപ്പാപ്പയുടെ വാക്കുകൾ പോലും അംഗീകരിക്കാത്ത സഭയിലെ ഒരു കൂട്ടം ആളുകളുടെ ഈ ഒരു നിലപാടിൽ വളരെ വേദനയാണ് മാർപ്പാപ്പയ്ക്കുള്ളത്. അതുകൊണ്ട് ഒരു പതുക്കെ ഈ ഏകീകൃത കുർബാന നടപ്പിലാക്കും. അതിനു മുന്നോടിയായി ഒരു നേരമെങ്കിലും നടപ്പാക്കണം എന്നുള്ളൊരു അപേക്ഷ കൂടിയായിരുന്നു ഇന്നലത്തെ വീഡിയോ സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഈ വിമത വിഭാഗം
ഈ ഒരു നിലപാടിന് വഴങ്ങുന്ന ഒരു അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് തന്നെ നീങ്ങുന്ന സാഹചര്യമാണ് കാണുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് വിമത വിഭാഗം വൈദികർ തന്നെയാണ്. അവർ ഇന്ന് തന്നെ മാധ്യമങ്ങളെ കണ്ട് അവരുടെ നിലപാട് വ്യക്തമാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എൽദോ. ശരി നവമി, എന്താണെങ്കിലും ഈ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത്. ഒരു കുർബാന, ഒരു ഏകീകൃത കുർബാന അത് ആഴ്ചയിൽ ഉണ്ടാകണം എന്നുള്ളതാണ് സർക്കുലർ. നമുക്ക് നോക്കാം അത് നടപ്പാക്കുമോ